നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിഷേധം ഇരമ്പുന്നു. വെറും കാഴ്ചക്കാരായി പങ്കെടുക്കാനില്ലെന്ന മലയേറിയ മഹാസഭ. സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തണമെന്ന് പന്തളം കൊട്ടാരം. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. അയ്യപ്പ ഭക്തരെ വീണ്ടും വെല്ലുവിളിച്ച് CPM. പരിപാടിയുമായി മുന്നോട്ടെന്ന് MV ഗോവിന്ദൻ. VC നിയമനത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ. നിയമന നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതിയിൽ ഉപഹർജി. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമന ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ആവശ്യം. കേരള സർവകലാശാല തർക്കത്തിൽ ഒടുവിൽ സമവായം. രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മിനി കാപ്പനെ മാറ്റി. തീരുമാനത്തിന് VC മോഹനൻ കുന്നുമ്മലിന്റെ അംഗീകാരം. ചുമതല ഒഴിയുക സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം. പകരം ചുമതല ഡോക്ടർ R രശ്മിക്ക്. ഓണാഘോഷത്തെക്കുറിച്ചുള്ള വർഗീയ പരാമർശത്തിൽ അധ്യാപകർക്ക് ഇസ്ലാമിസ്റ്റുകളുടെ സംരക്ഷണം. തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകർക്ക് പൂർണ്ണ പിന്തുണയെന്ന് SDPI. ഓണം ആഘോഷിക്കേണ്ടെന്ന നിലപാട് തുടർന്ന് ജിഹാദി ശക്തികൾ. ലോകത്തിന് വിശ്വാസം ഭാരതത്തെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധിക്കിടയിലും ഭാരതം കരസ്ഥമാക്കിയത് വികസന കുതിപ്പ്. സെമി കണ്ടക്ടറുകൾ, ഡിജിറ്റൽ രത്നങ്ങൾ, വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടാൻ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക്. നിർണായക സന്ദർശനം ഈ മാസം 13-ന്. ആചാരപ്പെരുമയുടെ പ്രൗഢിയുണർത്തി തിരുവോണത്തോണിയേറാൻ മങ്ങാട്ട് ഭട്ടത്തിരി പുറപ്പെട്ടു. ഉത്രാടം നാളിൽ തിരുവോണത്തോണിയേറും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. അഗ്നിശമന സേനയിലെ പന്നിമാംസ നിരോധനത്തിൽ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു. സേനയിൽ മതമൗലികവാദികൾ പിടിമുറുക്കുന്നത് നിസ്സാരവൽക്കരിക്കാൻ നീക്കം. സ്റ്റേഷൻ ഓഫീസറെയും അസിസ്റ്റന്റ് ഓഫീസറെയും മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന ആവശ്യം. വാർത്തകൾ നോക്കാം വിശദമായി. പമ്പയിൽ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് വ്യക്തമാക്കി പന്തളം കൊട്ടാരം. പരിപാടി കൊണ്ട് സാധാരണക്കാരായ ഭക്തർക്ക് എന്ത് ഗുണമെന്ന് സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ നിലപാട് അറിയിച്ചു. സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന നിലപാട് തിരുത്തണമെന്ന് പന്തളം കൊട്ടാരം ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അജണ്ട എന്താണ്, ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, പരിപാടിയുടെ ഉദ്ദേശമെന്ത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും സർക്കാരും ദേവസ്വം ബോർഡും ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന പ്രധാന ചോദ്യവും ഇതുതന്നെ. സാധാരണക്കാരായ ഭക്തർക്ക് പരിപാടി കൊണ്ട് എന്ത് ഗുണമാണ് ലഭിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും ദേവസ്വം ബോർഡിനുമുണ്ടെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ ചൂണ്ടിക്കാട്ടുന്നു. 2018 യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടി നാമജപ ഘോഷയാത്രയടക്കം സംഘടിപ്പിച്ച ഭക്തജനങ്ങൾക്കെതിരെ നിരവധി കള്ളക്കേസുകൾ സർക്കാർ ചുമത്തിയിട്ടുണ്ട്. ഇത് പിൻവലിക്കണം. ഇനിയും ഭക്തജനങ്ങളെ വേട്ടയാടുന്ന സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. യുവതി പ്രവേശനത്തിന് അനുകൂലമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്ന നിലപാട് തിരുത്തി ആചാര സംരക്ഷണത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകണമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി ആവശ്യപ്പെടുന്നു. ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്
ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. മറ്റൊന്ന്, 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. 2018 സുപ്രീം കോടതി വിധിയിൽ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അഫിഡാവിറ്റ് കൊടുത്ത് ഭക്തജന സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കണമെന്നാണ് പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചു വേണം വിശ്വാസങ്ങളെ ഹനിക്കാത്ത വിധം ഇത്തരം പരിപാടികൾ നടത്തേണ്ടത്. ആചാര സംരക്ഷണത്തിന് ഭക്തജനങ്ങൾക്കൊപ്പം പന്തളം കൊട്ടാരം എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്നും പന്തളം കൊട്ടാരം പ്രതിനിധി നിലപാട് വ്യക്തമാക്കി അറിയിച്ചു. ജനം, പത്തനംതിട്ട. കേവലം കാഴ്ചക്കാരായി പമ്പയിലെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന മലയരയ മഹാസഭാ ജനറൽ സെക്രട്ടറിയുമായ PK സജീവ് മലയരയ സമൂഹത്തിൽ നിന്ന് കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ച് നൽകണം, പൊന്നമ്പലമേട്ട് ദീപം തെളിയിക്കാൻ അനുവദിക്കണം, ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനുമുള്ള വേദി അയ്യപ്പ സംഗമത്തിൽ ഉണ്ട് എങ്കിൽ മാത്രമേ പങ്കെടുക്കൂ എന്നും PK സജീവ് ജനം ടിവിയോട് പറഞ്ഞു. സെപ്റ്റംബർ മാസം നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരയ സമുദായത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരയ സമുദായം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അഭിപ്രായം പറയുവാൻ കഴിയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കണം. സമുദായത്തിൻ്റെ അവകാശങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള സമയം സമുദായത്തിന് അനുവദിച്ചു തരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സമുദായം അവിടെ പങ്കെടുത്തത് കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ കേവലം കാഴ്ചക്കാരായി സമുദായത്തിലെ പ്രതിനിധികളോ ഭാരവാഹികളോ അവിടെ പങ്കെടുക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വിമർശനങ്ങൾ കേട്ട് അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിശ്വാസികൾക്കൊപ്പമാണ് CPM. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ലെന്നും ഗോവിന്ദൻ തൃശൂരിൽ പ്രതികരിച്ചു. സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികളും. യുവതീ പ്രവേശനത്തെ നമ്മൾ അനുകൂലിക്കുന്നു. ഞാൻ യുവതീ പ്രവേശനം ആദ്യമായി വിട്ടു. ഞാൻ വിട്ടു. ഇനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമം ആത്മാർത്ഥത ഉള്ളതാണെന്ന് തോന്നുന്നില്ലെന്ന് C സദാനന്ദൻ മാസ്റ്റർ MP. അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയങ്ങളുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ ആത്മാർത്ഥത ഇല്ലാത്തതാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ച് സർക്കാർ ആത്മാർത്ഥത തെളിയിക്കണം. CA വിഷയത്തിലെടുത്ത കേസുകൾ പിൻവലിക്കുന്നത് പോലെ ശബരിമല വിഷയത്തിൽ കാണുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കണ്ണൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ. BC നിയമന നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന് ചാൻസലറായ ഗവർണർ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല BC നിയമന ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ഗവർണർ കോടതിയെ അറിയിച്ചു. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഗവർണർ RV അർലേക്കറുടെ നീക്കം. വൈസ് ചാൻസലർ നിയമന നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാൻസലറായ ഗവർണർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. VC നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്നാണ് നേരത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ്. എന്നാൽ ഈ നടപടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നും പാനൽ തയ്യാറായാൽ VC നിയമനത്തിനുള്ള അധികാരം ചാൻസലർക്കാണെന്നും ഗവർണർ വ്യക്തമാക്കി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമന ഉത്തരവ് പരിഷ്കരിക്കണമെന്നും അപേക്ഷയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ സെർച്ച് കമ്മിറ്റിയിൽ
പട്ടികയിൽ UGC അംഗത്തെ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. റിട്ടയർഡ് ജഡ്ജ് സുധാംശു ധൂലി അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന 2 പേരും സർക്കാർ നൽകുന്ന പട്ടികയിലെ 2 പേരെയും ഉൾപ്പെടുത്തണമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ നിർണായക നീക്കത്തിൽ പ്രതികരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഗവർണറുടെ നീക്കം അപലപനീയം. സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളിൽ യാതൊരു അധികാരവുമില്ല എന്ന് പറയുന്നത് മൂഢത്വം നിറഞ്ഞ വാക്കുകളാണ് എന്നാണ് മന്ത്രി പറയുന്നത്. സംസ്ഥാനത്ത് നിലനിന്ന് പോന്നിരുന്ന ജനാധിപത്യ മര്യാദകളെ ഗവർണർ ലംഘിക്കുന്നു. ഒടുവിൽ വന്ന സുപ്രീം കോടതി വിധി തർക്കം പരിഹരിക്കാനുള്ള ഫോർമുലയായിരുന്നുവെന്നും അത് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നതിന് പകരം പ്രശ്നം വഷളാക്കാനുള്ള നീക്കം ഖേദകരമെന്നും മന്ത്രി തൃശൂരിൽ പ്രതികരിച്ചു. അത് വളരെയധികം ഖേദകരവും അപലപനീയവുമായ ഒരു കാര്യം തന്നെയാണ്. സംസ്ഥാന സർക്കാരിന് ആ സർവകലാശാലയിൽ ഉൾപ്പെടെ യാതൊരുവിധ അധികാരവുമില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ മൂഢത്വമാണ് എന്നാണ് പറയാനുള്ളത്. നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. മാതാവിനെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകുന്നു. തത്സമയം मिली है, सबसे ज्यादा तकलीफें माताओं, बहनों को, बेटियों को, महिलाओं को ही झेलनी पड़ी है. और ये बात बिहार की मेरी माताओं बहनों से ज्यादा कौन समझेगा. आरजेडी के दौर में जब बिहार में अपराध और अपराधी बेलगाम थे, जब हत्या, फिरौती और बलात्कार सामान्य बात थी, आरजेडी सरकार हत्यारों और बलात्कारियों को संरक्षण देती थी. आरजेडी के उस राज की सबसे ज्यादा चोट किसे उठानी पड़ती थी? बिहार की मेरी माताओं को, बिहार की मेरी बेटियों को, बिहार की मेरी बहनों को, हमारी बिहार की महिलाओं को उठानी पड़ती थी. महिलाएं घर से बाहर निकलने में सुरक्षित नहीं थी. उनके पति, उनके बेटे शाम तक जिंदा घर लौटेंगे इसका कोई ठिकाना नहीं होता था. कब उनका परिवार उजड़ जाएगा, कब फिरौती के लिए उन्हें अपने जेवर बेचने पड़ जाएंगे, कब कोई माफिया उन्हें घर से उठवा लेगा, कब उनका सुहाग उजड़ जाएगा. हर महिला इसी खौफ में जीती थी. बिहार लंबी लड़ाई लड़कर उस अंधेरे से बाहर निकला है. आरजेडी को हटाने और बार बार हराने में बिहार की आप सभी महिलाओं की बहुत बड़ी भूमिका रही है. इसलिए आरजेडी हो या कांग्रेस, ये लोग आज सबसे ज्यादा आप सभी महिलाओं के प्रति भी बौखलाए हुए हैं. बिहार की हर महिला को इनकी मनसा समझनी चाहिए. ये लोग आपसे बदला लेना चाहते हैं. ये मौके की तलाश में हैं ताकि आपको सजा दे सके. साथियों, आरजेडी जैसे दल
कभी महिलाओं को आगे नहीं बढ़ने देना चाहते और इसलिए ही ये महिला आरक्षण तक का पुरजोर विरोध करते रहे हैं। और जब एक महिला, एक गरीब घर की महिला आगे बढ़ जाती है, तब भी इनकी बौखलाहट दिखती है। इसलिए ही कांग्रेस गरीब घर की आदिवासी बेटी, देश की राष्ट्रपति द्रौपदी मुर्मू जी का लगातार अपमान करती है। साथियों, महिलाओं के प्रति घृणा और नफरत की इस राजनीति पर लगाम जरूरी है। देशवासियों को सोचने की जरूरत है। कैसी भाषा बोली जा रही है। माताओं बहनों, आज से 20 दिन बाद नवरात्रि शुरू हो रही है और 50 दिन बाद छठी मैया की पूजा होगी। छठ का पर्व मनाया जाएगा। मैं बिहार की जनता के सामने मां को गाली देने वालों से कहना चाहता हूं, मोदी तो तुम्हें एक बार माफ कर भी देगा, लेकिन भारत की धरती ने मां का अपमान कभी बर्दाश्त नहीं किया है। इसलिए आरजेडी और कांग्रेस को 7 बहिनी से माफी मांगनी चाहिए। छठी मैया से माफी मांगनी चाहिए। साथियों, मैं बिहार के लोगों से भी कहूंगा, इस अपमान की जवाबदेही तय करवाना बिहार के हर बेटे की भी जिम्मेदारी है। आरजेडी कांग्रेस के नेता जहां भी जाएं, जिस गली, जिस शहर में जाएं, उन्हें चारों तरफ से एक आवाज सुनाई देनी चाहिए। हर मां बहन को मैदान में उतर करके उनसे जवाब मांगना चाहिए। हर गली मोहल्ले में से एक ही आवाज आनी चाहिए, मां को गाली नहीं सहेंगे, नहीं सहेंगे। इज्जत पर वार नहीं सहेंगे, नहीं सहेंगे। आरजेडी का अत्याचार नहीं सहेंगे, नहीं सहेंगे। कांग्रेस का वार नहीं सहेंगे, नहीं सहेंगे। मां का अपमान नहीं सहेंगे, नहीं सहेंगे। साथियों, देश की नारी शक्ति का सशक्तिकरण हमारी सरकार की सर्वोच्च प्राथमिकता है। उनके जीवन से मुश्किलें कम करने के लिए एनडीए सरकार लगातार काम कर रही है। और माताओं बहनों, मैं आपको वादा करता हूं, हम बिना थके, बिना रुके आपकी सेवा करते रहेंगे। आप सभी एनडीए सरकार पर अपना आशीर्वाद बनाए रखिए। मैं देश की हर मां को प्रणाम करते हुए आज और एक प्रार्थना दोबारा याद करता हूं। अभी 15 अगस्त को गांव गांव, गली गली एक मंत्र गूंजता था, घर घर तिरंगा, हर घर तिरंगा। अब समय की मांग है, हर घर स्वदेशी, घर घर स्वदेशी।
ये मंत्र माताओं बहनों को आत्मनिर्भर भारत बनाने के लिए माताओं बहनों मुझे आपका आशीर्वाद चाहिए। हर घर स्वदेशी, घर घर स्वदेशी। और मैं हर दुकानदार से कहूंगा, उनके यहां तो बोर्ड लगे रहना चाहिए, व्यापारी के यहां बोर्ड लगना चाहिए। गर्व से कहो यह स्वदेशी है, गर्व से कहो यह स्वदेशी है। आत्मनिर्भर भारत के रास्ते पर हमें मजबूती से आगे बढ़ना है। और मेरा ये काम माताओं बहनों के आशीर्वाद के बिना पूरा नहीं हो सकता। मां भारती का उज्जवल भविष्य आपके आशीर्वाद के बिना नहीं हो सकता। और आप तो जानते हो, ये नामदार लोग क्या बोलते रहे, वो तो यहां तक सवाल करते रहे, भारत माता होती क्या है। भारत माता को जो गाली देते हो, उनके लिए मोदी की मां को गाली देना तो बाएं हाथ का खेल है। और इसलिए ऐसे लोगों को जानना बहुत जरूरी है। माताओं बहनों, जब लाखों माताएं बहनें मेरे सामने हैं, आपका आशीर्वाद हमेशा मेरे पर बना है। जब इतनी माताओं बहनों के सामने खड़ा हुआ तो यूं ही मेरे भीतर जो दर्द था आपके सामने वो प्रकट हो गया। माताएं बहनें, आपके आशीर्वाद से मुझे ऐसे दुखों को सहने की ताकत मिलेगी, लेकिन उस मां का कोई गुनाह नहीं है जो अपना शरीर छोड़ करके चली गई है, जिसने किसी से कुछ लिया नहीं है, जिसका राजनीति से कोई लेना देना नहीं है। उस मां को गाली पड़ती है तब पीड़ा असह्य हो जाती है, वेदना असह्य हो जाती है। और इसलिए माताएं बहनें, वो दर्द आपके सामने एक बेटे की तरह आया तो यूं ही निकल गया है। मुझे पूरा विश्वास है आपके आशीर्वाद ऐसे हर जुल्म को सहने की ताकत भी देगा और हर जुल्म को परास्त कर करके माताओं बहनों की सेवा करने की एक नई ऊर्जा देगा, नई प्रेरणा देगा। मेरी इस बात को अभी समाप्त करता हूं। मैं आप सबका बहुत बहुत धन्यवाद करता हूं। പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അധിക്ഷേപിച്ച സംഭവത്തിലാണ് അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. പ്രതിപക്ഷത്തിന്റെ വൃത്തികെട്ട മനസ്സാണ് അദ്ദേഹത്തിന്റെ അമ്മയെ, മരിച്ചുപോയ അമ്മയെ അധിക്ഷേപിച്ചതിലൂടെ വ്യക്തമാകുന്നത്. രാജ്യം ആ ഒരു സംഭവത്തെ ആ രീതിയിൽ തന്നെയാണ് കണ്ടതും. എന്തായാലും കൂടുതൽ വാർത്തകളിലേക്ക് വരാം. സെമി കണ്ടക്ടറുകൾ ഡിജിറ്റൽ രത്നങ്ങളെന്ന് പ്രധാനമന്ത്രി. ഡൽഹിയിൽ സെമികോൺ ഇന്ത്യ 2025 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ കുതിപ്പിലും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആഗോള സാമ്പത്തിക രംഗം ആശങ്കയിലാകുന്ന സാഹചര്യങ്ങളിലാണ് ഭാരതം 7.8% വളർച്ച നേടുന്നതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ലോകം ഭാരതത്തെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതവുമായി ചേർന്ന് സെമി കണ്ടക്ടർ ഭാവി കെട്ടിപ്പടുക്കാൻ അവർ തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, कुछ दिन पहले ही इस साल के पहले क्वार्टर के जीडीपी नंबर आए हैं। एक बार फिर भारत ने हर उम्मीद, हर अपेक्षा, हर आकलन से भी बेहतर प्रदर्शन किया है। एक तरफ जब दुनिया भर की इकोनॉमीज में चिंताएं हैं, आर्थिक स्वार्थ से पैदा हुई चुनौतियां हैं, उस माहौल में भारत ने 7.8% की ग्रोथ हासिल करके दिखाई है। അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് US മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സുലിവൻ. പാകിസ്ഥാനിലെ തന്റെ കുടുംബത്തിന്റെ ബിസിനസ് താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭാരതവുമായുള്ള ബന്ധം ട്രംപ് തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് സുലിവൻ ആരോപിച്ചു.
മെയ്ഡാസ് ടച്ച് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സള്ളിവന്റെ വെളിപ്പെടുത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതവുമായുള്ള ബന്ധം കെട്ടിപ്പടുക്കാൻ പതിറ്റാണ്ടുകളായി അമേരിക്ക പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കാലങ്ങളായി ഭാരതവുമായുള്ള സഹകരണമാണ് ട്രംപ് തകർക്കാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തന്റെ കുടുംബത്തിന്റെ ബിസിനസ് താൽപര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ട്രംപിന്റെ നീക്കമെന്നും ജെയ്ക്ക് സള്ളിവൻ കുറ്റപ്പെടുത്തി. ഭാരതവുമായുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോൾ ജപ്പാനും ജർമ്മനിക്കും ഇതേ അവസ്ഥ വരാമെന്ന് ഇരു രാജ്യങ്ങളും ചിന്തിക്കും. അമേരിക്കയെ വിശ്വസിക്കാനാകില്ലെന്ന ചിന്ത മറ്റു സുഹൃത്ത് രാജ്യങ്ങൾക്കും വന്നേക്കാമെന്നും ജെയ്ക്ക് സള്ളിവൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസവും ട്രംപിന്റെ താരിഫ് നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ജെയ്ക്ക് സള്ളിവൻ രംഗത്തെത്തിയിരുന്നു. അധിക താരിഫാണ് ഭാരതം-US ബന്ധം വഷളാക്കാൻ കാരണമായത്. ട്രംപിന്റെ ഇത്തരം നയങ്ങൾ അപലപിക്കേണ്ടതുണ്ടെന്നും മറ്റ് രാജ്യങ്ങളുടെ ശത്രുത നേടുകയാണ് ട്രംപെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. നൊബേൽ പുരസ്കാരത്തിനായി ട്രംപിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുപാർശ ചെയ്യാത്തതും ഭാരതത്തിനു മേലുള്ള താരിഫ് വർദ്ധിപ്പിക്കാൻ കാരണമായെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ജനം. ഏഷ്യയിലെ ഏറ്റവും മികച്ച ജോലി സ്ഥലങ്ങൾ ഭാരതത്തിലെന്ന് സർവേ റിപ്പോർട്ട്. ഏറ്റവും മികച്ച 100 സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ 48 ഇന്ത്യയിലാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് നടത്തിയ ആഗോള സർവേയിലാണ് മികച്ച സ്ഥാപനങ്ങൾ ഉറപ്പാക്കുന്ന രാജ്യങ്ങളിൽ ഭാരതം ഒന്നാമതായത്. ജോലിസ്ഥലത്തെ സംസ്കാരത്തെക്കുറിച്ച് ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഭാരതത്തിന്റെ തൊഴിൽ സംസ്കാരം ശ്ലാഘനീയമെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. 2025 കണക്കനുസരിച്ച് മറ്റ് തൊഴിലിടങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തെ ജോലിസ്ഥലങ്ങളിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ലഭിച്ച ജീവനക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. മികച്ച അന്തരീക്ഷം ഉറപ്പാക്കി കമ്പനികൾ ജീവനക്കാരിൽ ഉയർന്ന വിശ്വാസം വളർത്തിയെടുക്കുന്നുവെന്നാണ് പഠനം അഭിപ്രായപ്പെടുന്നത്. സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനും രാഷ്ട്രത്തെ സമ്പന്നമാക്കുന്നതിനും മികച്ച തൊഴിൽ സംസ്കാരം സഹായിക്കുന്നു. നൊവാട്ടിസ്, ഷ്നീഡർ ഇലക്ട്രിക്, എറിക്സൺ, വിസ, നിവിഡിയ എന്നീ കമ്പനികളാണ് ബൃഹത്തായ വിഭാഗത്തിൽ പട്ടികയിൽ മുന്നിലുള്ളത്. 3.2 ദശലക്ഷത്തിലധികം വ്യക്തിഗത പ്രതികരണങ്ങൾ തേടിയാണ് ഡേറ്റ തയ്യാറാക്കിയത്. 7.5 ദശലക്ഷം ജീവനക്കാരുടെ അനുഭവങ്ങളും പ്രതിനിധീകരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട്. പ്രായലിംഗ വംശഭേദമന്യേ മികച്ച തൊഴിലിടം ലഭിക്കുന്നുവെന്നാണ് രാജ്യത്തെ 93% പേർ അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് ജനം. പമ്പയാറിൽ പള്ളിയുടെ പെരുമ. ആറന്മുള ഭഗവാന് തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി പോകുന്ന തിരുവോണത്തോണിയിലേറാൻ മങ്ങാട്ട് ഭട്ടത്തിരി കാട്ടൂരിലേക്ക് യാത്ര തിരിച്ചു. വഞ്ചിപ്പാട്ടുകൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ കുമാരനെല്ലൂർ മങ്ങാട്ട് കടവിൽ നിന്ന് രാവിലെ 11:45 മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടത്തിരി യാത്ര പുറപ്പെട്ടത്. ഇത് 3ാം തവണയാണ് അനൂപ് ഭട്ടത്തിരി തിരുവോണത്തോണിയേറാൻ ഒരുങ്ങുന്നത്. 3 രാത്രിയും പകലും പിന്നിട്ടാണ് കാട്ടൂരിലേക്ക് മങ്ങാട്ട് ഭട്ടത്തിരി എത്തുക. ഉത്രാട സന്ധ്യയിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും 18 വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തയ്യാറാക്കിയ ഓണവിഭവങ്ങളുമായി യാത്ര തുടങ്ങുന്ന തിരുവോണത്തോണി തിരുവോണ ദിനം പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിൽ എത്തും. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ഉത്രാട ദിനമായ സെപ്റ്റംബർ 4 രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം ദിനങ്ങളിൽ സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും. ഉത്രാട ദിനത്തിൽ മേൽശാന്തിയുടെ വകയായും തിരുവോണ ദിനത്തിൽ ദേവസ്വം ജീവനക്കാരുടെ വകയായും അവിട്ടം ദിനത്തിൽ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വകയുമായിട്ടാണ് ഓണസദ്യ നടത്തുക. 7-ാം തീയതി രാത്രി 9:50 മുതൽ ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നതിനാൽ ഇത്തവണ ഓണത്തോടനുബന്ധിച്ച പൂജകൾ പൂർത്തിയാക്കി ഞായറാഴ്ച രാത്രി 8:50 ഹരിവരാസനം പാടി രാത്രി 9 നടയടയ്ക്കും. AIGയുടെ സ്വകാര്യ വാഹനം ഇടിച്ചതിൽ തിരുവല്ല പോലീസിന്റെ വിചിത്ര നടപടി. പരിക്കേറ്റയാളെ പ്രതിയാക്കി കേസെടുത്ത പോലീസ് AIG VG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനമാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇടിച്ചത്.
കേസന്വേഷണം SP ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു. വിവരങ്ങളുമായി മിഥുൻ മുരളിയാണ് ചേരുന്നത്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാഗി, വിചിത്ര നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപകടമുണ്ടാകുന്നു, പക്ഷേ അപകടത്തിൽ പരിക്കേറ്റയാളുടെ പേരിൽ കേസെടുക്കുന്നു. അങ്ങനെ ഒരു വിചിത്ര നടപടിയാണ് തിരുവല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഓഗസ്റ്റ് 30 രാത്രിയാണ് തിരുവല്ല കുറ്റൂരിൽ വെച്ച് AIG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം ഇതര സംസ്ഥാന തൊഴിലാളിയായ വഴിയാത്രക്കാരനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവം അറിഞ്ഞ് സ്ഥലത്ത് എത്തിയ തിരുവല്ല പോലീസ് പരിക്കേറ്റ അതിഥി തൊഴിലാളിയുടെ പേരിൽ കേസെടുക്കുകയായിരുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്ട് 306(1) വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. വാഹനം ഓടിച്ച ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നാണ് പോലീസിന്റെ വാദം. AIGക്കായി പോലീസ് ഒത്തുകളിച്ചെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനം ജില്ലയിൽ അപകടത്തിൽപ്പെട്ടിട്ടും ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കാതെ തിരുവല്ല പോലീസ് വിചിത്രമായ രീതിയിൽ കേസെടുത്തതിൽ പത്തനംതിട്ട SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതൃപ്തിയുണ്ടെന്നുമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 30 രാത്രി കോട്ടയത്തേക്ക് സഞ്ചരിക്കവെയാണ് സ്വകാര്യ AIG വിനോദ് കുമാർ അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനം പോലീസ് ഡ്രൈവറെ കൊണ്ട് ഓടിപ്പിക്കുകയും പിന്നീട് ഈ വാഹനം അപകടത്തിൽപ്പെടുകയും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിചിത്ര നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. വഴിയാത്രക്കാരനെ ഇടിച്ചു പരിക്കേൽപ്പിച്ച് ആ വഴിയാത്രക്കാരനെതിരെ ഇപ്പോൾ FIR ഇട്ടിരിക്കുകയാണ്. രാഖി. ശരി മിഥുൻ, AIGയുടെ സ്വകാര്യ വാഹനം ഇടിച്ചതിലാണ് തിരുവല്ല പോലീസിന്റെ വിചിത്ര നടപടി ഉണ്ടായത്. പരിക്കേറ്റയാളെ പ്രതിയാക്കി കേസെടുക്കുകയായിരുന്നു പോലീസ്. AIG VG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനമാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇടിച്ചത്. കേസന്വേഷണം SP ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തു. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കുറ്റിച്ചലിൽ മകൻ അച്ഛനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. വഞ്ചിക്കുഴി സ്വദേശി രവീന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. മകൻ നിഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവം നടന്നത് കുടുംബ വഴക്കിനെ തുടർന്ന് 65-കാരനായ പിതാവിനെ മകൻ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ രവീന്ദ്രനെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരനാണ് പ്രതി നിഷാദ്. രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ ഇയാൾ ഭാര്യയും അമ്മയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. വഴക്കു പരിഹരിക്കാനെത്തിയ രവീന്ദ്രന്റെ നെഞ്ചിൽ ചവിട്ടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ നെയ്യാർ ഡാം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് എത്തുന്ന സമയം വരെയും നിഷാദ് രവീന്ദ്രനെ മർദ്ദിച്ചുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി നെയ്യാർ ഡാം പോലീസ് കേസെടുത്തു. ജനം, തിരുവനന്തപുരം. രാത്രികാല പരിശോധനയ്ക്കിടെ യുവാക്കൾക്ക് നേരെ പോലീസ് അതിക്രമം ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് യാത്രികരെ പോലീസ് വടികൊണ്ട് അടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ജനം TVക്ക്. സിവിൽ ഡ്രസ്സിലെത്തിയ 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിക്രമം നടത്തിയത്. വെള്ളറട സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിക്രമം കാട്ടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു യുവാക്കൾക്ക് നേരെ പോലീസ് അതിക്രമം നടന്നത്. സിനിമ കണ്ടു മടങ്ങി വരികയായിരുന്ന യുവാക്കളെയാണ് തിരുവനന്തപുരം വെള്ളട ജംഗ്ഷനിൽ വെച്ച് സിവിൽ ഡ്രസ്സിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആക്രമിച്ചത്. ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ പോലീസ് കമ്പുകൊണ്ട് അടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് യുവാക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. സിവിൽ ഡ്രസ്സിലായിരുന്ന ഉദ്യോഗസ്ഥർ ബൈക്ക് നിർത്താൻ ആവശ്യപ്പെടാതെയാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് യുവാക്കൾ പറയുന്നു. ബൈക്കിൽ വരികയായിരുന്നു. ആ സമയത്ത് വെള്ളറടയിലെ യൂണിഫോമും ഒന്നും ധരിക്കാതെ പോലീസ് കൈ കാണിക്കാതെ നമ്മളെ പെട്ടെന്ന് ലാത്തി ഉപയോഗിച്ച് അടിക്കുകയായിരുന്നു. യൂണിഫോം ധരിച്ചിട്ടില്ലായിരുന്നു. കൈക്ക് പരിക്കേറ്റു. ഇവിടെ ഉണ്ട്, ഇത് പാടുണ്ട്, ഇവിടെ ചതവാണ്, കൈയുടെ ചതവായിരുന്നു. പോലീസ് ആയിരുന്നെന്ന് കണ്ടിട്ട് നമ്മളവിടെ വണ്ടി നിർത്തുമല്ലോ. പോലീസ് അല്ലേ, പോലീസ് അതായത് യൂണിഫോം ഒന്നും ഇല്ലാതെ. പോലീസ് അകാരണമായി മർദ്ദിച്ച അമ്പൂരി സ്വദേശികളായ സജു, അനിൽ എന്നീ യുവാക്കളെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വീട്ടിൽ സന്ദർശിച്ചു. ജനം, തിരുവനന്തപുരം.
എറണാകുളത്തേക്കുള്ള ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിൽ ഓണം ആഘോഷിക്കുകയാണ് സ്ഥിരം യാത്രക്കാരായ പാസഞ്ചർ ഫ്രണ്ട്സ് അസോസിയേഷൻ. ആടിയും പാടിയും പുലി കളിച്ചും പായസം വിതരണം ചെയ്തും ഗുരുവായൂർ മുതൽ എറണാകുളം വരെ ഓണം കളറാക്കുകയാണ് ഇവർ. രാജു ഗുരുവായൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗുരുവായൂരിൽ നിന്നും 6:50 പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിനാണിത്. നമുക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങളുമായി ഗുരുവായൂരിലെ പാസഞ്ചർ ഓണത്തിലേക്ക് കടന്നു ചെല്ലാം. കൊച്ചു വേണം കൂടൽ വേണം കൂറവ വേണം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു വെണ്ണക്കുയിലാണ് കൊച്ചു വേണം കൂടൽ വേണം കൂറവ വേണം കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണപ്പാട്ടിൻ താളം തുള്ളും കുഞ്ഞപ്പോളെ നിന്നെ നമായി നീ വരൂ ഗുരുവായൂർ പാസഞ്ചറിൽ ഓണാഘോഷം ആരംഭിച്ചിരിക്കുകയാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി മാവേലി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് മാവേലിയുടെ തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. അതായത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഗുരുവായൂരിൽ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി ട്രെയിനിലാണ് ഇന്നത്തെ ഓണാഘോഷം. പിന്നെ എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു. കൊടുങ്ങല്ലൂർ, ചേരമാൻപള്ളി, പാലൂർ പള്ളി, ചാവക്കാട്, അത് കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലം എല്ലായിടത്തും സന്ദർശിച്ചിട്ടാണ് വരുന്നത്. അല്ല, ട്രെയിൻ തന്നെ ഇതിന് തെരഞ്ഞെടുത്തതിൻ്റെ എന്തെങ്കിലും? ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ട്രെയിനിലാണ്. കാരണം കാലത്ത് ഒരു 2.5-3 മണിക്കൂറോളം ട്രെയിനിൽ, വൈകിട്ട് ഇതേമാതിരി 2-3 മണിക്കൂറും ട്രെയിനിൽ ഞങ്ങൾ സ്ഥിരം കാലങ്ങളായി, 20 വർഷം 22 വർഷത്തോളമായി. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനിലാണ് ഓണാഘോഷം സംഘടിപ്പിക്കാനായിട്ടുള്ള മനസ്സുകൊണ്ടുള്ള സന്തോഷം എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടുന്നത്. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്ത് എത്തണമെങ്കിൽ കൊടുങ്ങല്ലൂർ വഴി പോകുമ്പോഴും അതുപോലെ തൃശ്ശൂർ വഴി പോവുകയാണെങ്കിലും ഈ ട്രാഫിക് വളരെ ബ്ലോക്കാണ്. യാതൊരു കാരണവശാലും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മാവേലിയുടെ അഭിപ്രായം. ബ്ലോക്കുകളുണ്ട്, അതേപോലെ കുണ്ടുകുഴിയുണ്ട്. ഇതൊക്കെ മറികടന്ന് എറണാകുളത്ത് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാവേലി പറയുന്നത് ഈ എറണാകുളത്ത് എത്താനായിട്ട് ഏറ്റവും നല്ല മാർഗം ഈ ട്രെയിനാണ്. അതുകൊണ്ട് പാസഞ്ചർ ട്രെയിനാണ് ആൾ എറണാകുളത്ത് എത്താനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മാവേലി നമുക്കായി ഒരു ഗാനം ആലപിക്കും. ഒന്ന് നോക്കും. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവനെ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവനെ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലാവേ വാ. ഇത്തിരി പാൽ ചുരത്താൻ വാ ഓണത്തോടിയായി നീ വാ ഉത്രാടപ്പൂനിലാവേ വാ. പൂക്കളത്തിൽ പാടിയ പൂവി ഇത്തിരി പാത്തുരത്താൻ ഓണാഘോഷം ഗംഭീരമാക്കി തീർക്കുകയാണ് ഈ മാവേലിയും കൂട്ടരും. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന പാസഞ്ചറിലാണ് ഇക്കുറി ഓണം യാത്രക്കാർ പൊടി പൊടിക്കുന്നത്.
രാജു, ജനം, ഗുരുവായൂർ. SFI പ്രവർത്തകരായ വിദ്യാർത്ഥിനികളുടെ വ്യാജ പീഡന പരാതിയിൽ കുടുങ്ങിയ അധ്യാപകനെ വെറുതെ വിട്ട് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി. മറയൂർ സ്വദേശിയായ പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ 11 വർഷത്തിന് ശേഷമാണ് കുറ്റമുക്തനായത്. കോപ്പിയടി പിടികൂടിയതിലെ പ്രതികാരമായാണ് വിദ്യാർത്ഥികൾ പീഡന പരാതിയിൽ കുടുക്കിയത്. ഇവർ മൂന്നാറിലെ പാർട്ടി ഓഫീസിലെത്തി ഗൂഢാലോചന നടത്തിയ ശേഷമാണ് അധ്യാപകനെ കുടുക്കിയത് എന്നാണ് സർവകലാശാല അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. ഗവൺമെന്റ് കോളേജിൽ 2014 ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടന്ന MA എക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷയിൽ കോപ്പിയടിച്ച 5 വിദ്യാർത്ഥിനികളെ അഡീഷണൽ ചീഫ് എക്സാമിനറും കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയുമായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥ് പിടികൂടിയിരുന്നു. സംഭവം സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശവും നൽകി. എന്നാൽ പിടിക്കപ്പെട്ടവർ SFI പ്രവർത്തകരായിരുന്നതിനാൽ ഇതനുസരിക്കാൻ ഇൻവിജിലേറ്റർ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് 5 പെൺകുട്ടികളും അധ്യാപകനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയത്. പരാതിയിൽ 4 കേസുകൾ മൂന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്തു. ആനന്ദ് വിശ്വനാഥിനെ 2 കേസുകളിൽ വെറുതെ വിട്ടെങ്കിലും 2 കേസുകളിലായി 3 വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിലാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വന്നത്. എൻ്റെ വാർഷിക ഇൻക്രിമെൻ്റ് 2 കട്ട് ചെയ്ത് ഞാൻ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറിയിൽ കുറ്റക്കാരനാണ്. ഇപ്പോൾ കോടതിക്ക് അത് മനസ്സിലാകുകയും നല്ല ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രിൻസിപ്പലും അന്ന് നടന്ന കാര്യങ്ങളെല്ലാം കോടതിക്ക് തെളിഞ്ഞിട്ടുണ്ട്. 4-4.5 കൊല്ലമായിട്ടും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്നെ സംബന്ധിച്ചോളം ഇതൊരു നല്ല സംരംഭമായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം ഇനി മേലാൽ കേരളത്തിൽ എവിടെയെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലൊരു സംഭവം സംഭവിക്കരുത്. SFI അനുഭാവികളായ വിദ്യാർത്ഥിനികൾ പരാതി തയ്യാറാക്കിയത് മൂന്നാർ CPM പാർട്ടി ഓഫീസിൽ വെച്ചാണെന്നാണ് സർവകലാശാല അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. പെൺകുട്ടികൾ തന്നെ ഇക്കാര്യം കമ്മീഷന് മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെ കൊടുക്കാൻ പാർട്ടി നേതാക്കളും സഹപ്രവർത്തകരും കൂട്ടുന്നതായാണ് ആനന്ദ് വിശ്വനാഥ് ആരോപിക്കുന്നത്. പരാതി എഴുതപ്പെട്ടത് എവിടെയാണ്? CPIM പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് എഴുതപ്പെട്ടതാണ്. അത് ഈ കുട്ടികൾ തന്നെ കോടതിയിൽ നൽകിയ മൊഴിയാണ്. കോളേജ് എഡ്യൂക്കേഷനിലുള്ള ആൾക്കാർ ഈ ഒരു എൻക്വയറി പ്രോപ്പറായിട്ട് സംഘടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ ഏകപക്ഷീയമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലം MLA രാജേന്ദ്രനാണ്. ഈ രാജേന്ദ്രൻ ഈ യൂണിയൻകാരന്മാരെല്ലാം കൂടി ചെന്ന് പറഞ്ഞ്, സാർ ഇയാളിവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർക്കൊന്നും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. പരീക്ഷ നടത്തിയപ്പം ശരി, രാഷ്ട്രീയമാണ് എല്ലാത്തിലും. വൈകിയെങ്കിലും സത്യം പുറത്തു വന്നതിന്റെ ആശ്വാസത്തിലാണ് നിലവിൽ ആനന്ദ് വിശ്വനാഥ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി. ഓണത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓണാശംസകൾ തൃശൂരിലെ 3 ലക്ഷം വീടുകളിലേക്ക്. സ്ക്വാഡുകൾ തിരിഞ്ഞ് ഓരോ ഭവനങ്ങളിലേക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആശംസകൾ എത്തുകയാണ്. BJP തൃശൂർ സിറ്റി, നോർത്ത്, സൗത്ത് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കാർഡുകൾ വിതരണം നടത്തുന്നത്. വിശുദ്ധമായ തുമ്പപ്പൂവിന്റെ വെണ്ണ പോലെയാകട്ടെ ഈ പൊന്നോണവും നമ്മുടെ ബന്ധങ്ങളും. ഏവർക്കും പൊന്നോണത്തിന്റെ എല്ലാ നന്മകളും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആശംസാ കാർഡുകൾ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലേക്കും ഇങ്ങനെ എത്തുകയാണ്. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ആശംസാ കാർഡുകൾ തന്റെ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലായി 3 ലക്ഷത്തോളം വീടുകളിലേക്കാണ് കാർഡുകൾ എത്തുന്നത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ശ്രീ സുരേഷ് ഗോപി MP-യുടെ ഓണാശംസ കാർഡുകളുമായി 3 ലക്ഷം വീടുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സ്ക്വാഡ് തിരിഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള ഗ്രഹസമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സ്വീകാര്യതയാണ് ഈ ആശംസാ കാർഡുമായി എത്തുന്ന സഹപ്രവർത്തകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ലക്ഷം വീടുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകർ കവർ ചെയ്യും. ഉത്രാടപ്പാച്ചിലിന് മുമ്പ് തന്നെ സഹപ്രവർത്തകർ സുരേഷ് ഏട്ടൻ്റെ ഓണാശംസാ കാർഡുകൾ എല്ലാ വീടുകളിലും എത്തിക്കും. ഇപ്പോൾ ഇറങ്ങിയ പ്രവർത്തകർ പറയുന്നത് അനുസരിച്ച് വലിയ സ്വീകാര്യതയാണ് ഓണാശംസ സന്ദേശത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശപൂർവ്വം ഓണാശംസ കാർഡുകൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു. ഓണക്കാല തിരക്കുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മറന്നാണ് പ്രവർത്തകർ ഓരോ വീടുകളിലേക്കും കേന്ദ്രമന്ത്രിയുടെ ആശംസാ കാർഡുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് നാളുകളിൽ ക്രിസ്മസ് സന്ദേശങ്ങളും ഇപ്പോൾ ഓണനാളിൽ ഓണാശംസകളും. ആഘോഷങ്ങൾക്കപ്പുറം ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുന്നോട്ട്. ജനം, തൃശൂർ. പാലക്കാട് മുതലമടയിലെ യുവ കർഷകരുടെ നേതൃത്വത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ട് വിളവിറക്കിയ ചെണ്ടുമല്ലി കൃഷിക്ക് 100 മേനി വിളവ്. മുതലമട വലിയ ചള്ളയിലെ കർഷകനായ ഭുവനദാസിന്റെ 3 ഏക്കർ സ്ഥലത്ത് യുവ കർഷകരായ അജിത്, ഷിബു, അരുൺ, സഞ്ജീവ്, കാർത്തിക് എന്നിവരാണ് കൃഷി ഇറക്കിയത്. കാണാം പൂത്തിളഞ്ഞു നിൽക്കുന്ന ആ ചെണ്ടുമല്ലിത്തോട്ടം.
മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിത്തോട്ടം. ഓണക്കാലത്ത് പാലക്കാട് മുതലമടയിലെ മനോഹര കാഴ്ചയാണിത്. മുതലമട വലിയ ചള്ളയിലെ കർഷകനായ ഭുവനദാസിന്റെ 3 ഏക്കർ സ്ഥലത്ത് യുവകർഷകരായ അജിത്ത്, ഷിബു, അരുൺ, സഞ്ജീവ്, കാർത്തിക് എന്നിവരാണ് കൃഷി ഇറക്കിയത്. ഓണക്കാലത്ത് വിളവെടുപ്പ് നടത്തിയപ്പോൾ 100 മേനി വിളവും ലഭിച്ചു. 6 യുവാക്കൾ നമ്മൾ കൂട്ടായ്മയായിട്ട് നമ്മൾ ചെയ്തൊരു ചെറിയൊരു ചെണ്ടുമല്ലി കൃഷിയാണ് ഈ കാണുന്നത്. അത് ഏപ്രിൽ മാസത്തിൽ ബാംഗ്ലൂർ തൈ ബുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് പാറെടുത്ത് കാര്യങ്ങളായിട്ട് ചെയ്ത് നമ്മൾ നട്ടുപിടിപ്പിച്ച് കൊണ്ടുവന്നു. പിന്നെ മഴ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ ഇപ്രാവശ്യം നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ എന്നാൽ ഭയങ്കര മോശമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ നല്ലപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. വളം കാര്യങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ നമുക്ക് ഓണത്തോട് അടുത്തപ്പോൾ നമുക്ക് നല്ലൊരു ഒരു വിളവ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം. കൃഷിയിലൂടെ കിട്ടുന്ന ലാഭം നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വിനിയോഗിക്കാനാണ് യുവാക്കളുടെ തീരുമാനം. പ്രാവശ്യം നമുക്ക് ഇത് കിട്ടുന്ന നല്ലൊരു ലാഭമുണ്ട്. നമുക്ക് കുഴപ്പമില്ലാത്തൊരിത് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നമ്മൾ സ്പോൺസർഷിപ്പും കാര്യങ്ങളും ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് എന്തെങ്കിലും ചെയ്യും. എത്ര കുട്ടികൾക്ക് നിന്ന് തീരുമാനം എടുത്തിട്ട് പിന്നോക്കം നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ അതിൽ തിരഞ്ഞെടുത്ത് അവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൊല്ലങ്കോട്, കൊടുവായൂർ, പാലക്കാട് എന്നിവിടങ്ങളിലാണ് വിപണി. കിലോയ്ക്ക് 100 രൂപ വരെ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. ജനം, പാലക്കാട്. പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ വിൻസ്മേര ജുവൽസ് വിദ്യാർത്ഥികൾക്കായി കോഴിക്കോട് ഷോറൂമിൽ വിൻസ്മേര സ്റ്റാർ ഓഫ് ദ ഇയർ 2025 സംഘടിപ്പിച്ചു. വിൻസ്മേരയുടെ വൈവിധ്യങ്ങളായ ആഭരണങ്ങളുടെ സൗന്ദര്യത്തോടൊപ്പം യുവപ്രതിഭകളുടെ ആത്മവിശ്വാസവും കഴിവുകളും കൂടി പ്രദർശിപ്പിച്ച പരിപാടി ഫാഷനും ഗ്ലാമറും ഒന്നിച്ചു ചേർന്ന ദൃശ്യവിരുന്നായി. വിൻസ്മേര ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അനിൽ കാമ്പ്രത്ത്, ഡയറക്ടർ രാജേഷ് എല്ലത്ത് അടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. പ്രമുഖ ഫാഷൻ ഷോ ഡയറക്ടർ ഡാലു കൃഷ്ണദാസ് ആണ് പരിപാടി കോർഡിനേറ്റ് ചെയ്തത്. ഉച്ചവാർത്ത സമാപിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്തേ.